ബാലതാരമായി അരങ്ങേറി ശ്രദ്ധ നേടിയ പ്രതിഭയാണ് നടൻ സിദ്ധാർത്ഥ് പ്രഭു. തട്ടിയും മുട്ടിയും എന്ന സീരിയലിൽ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആരംഭം. സിറ്റ്കോം ആയിരുന്ന തട്ടിയും മുട്ടിയും ഏറെക്കാലം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ആ സിറ്റ്കോം അവസാനിച്ച ശേഷം സിദ്ധാർത്ഥിൻ്റെ ജനപ്രീതിക്ക് ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീടാണ് മിനിസ്ക്രീനിൽ ഏറ്റവും പോപ്പുലറായ ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും എന്ന സിറ്റ്കോമിൽ താരം പങ്കാളിയാകുന്നത്. ബാലുവും നീലുവുമായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും ഉപ്പും മുളകിൽ നിന്നും പിന്മാറിയതിനു ശേഷം TRPയിലടക്കം വളരെ പിന്നിലായിരുന്നു ഉപ്പും മുളകും. അതിൽ വലിയ മാറ്റം സംഭവിച്ചത് സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ വരവോടെ തന്നെയാണ്. ജൂഹി റുസ്താഗി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവായ സിദ്ധുവായാണ് സിദ്ധാർത്ഥ് പ്രഭു എത്തിയത്. അതിനുശേഷം ഉപ്പും മുളകും എപ്പിസോഡുകൾ വീണ്ടും TRPയിൽ വലിയ ചലനം തന്നെ സൃഷ്ടിച്ചു. യൂട്യൂബിൽ എപ്പിസോഡുകൾ മില്യണടിക്കാൻ തുടങ്ങി. പല സീനുകളും വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. സിദ്ധു ലച്ചു കോംബോ ഹിറ്റായി പോകുന്നതിന് ഇടയിലായിരുന്നു മദ്യപിച്ച് വാഹനമോടിച്ച് യാത്രക്കാരെ ഇടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ സിദ്ധാർത്ഥ് ഉൾപ്പെടുന്നത്. ആ വഴിയാത്രക്കാരൻ ചികിത്സയിലിരിക്കെ മരിച്ചതിനാൽ കേസും കൂട്ടവുമായി കുറച്ചുനാൾ നടൻ ഉപ്പും മുളകിൽ നിന്നും വിട്ടുനിന്നു. പിന്നീട് തിരിച്ചെത്തിയപ്പോഴേക്കും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ താൻ വീണ്ടും ഒരു ബ്രേക്കും ഉപ്പും മുളകിൽ നിന്ന് എടുക്കുകയാണെന്ന് അറിയിച്ചെത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഉപ്പും മുളകും എന്ന പരമ്പരയിൽ നിന്നും കുറച്ചു കാലത്തേക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു വിട പറയലല്ല, ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ഇനി ഒരിക്കൽ തിരികെ വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഞാൻ തീർച്ചയായും നിങ്ങളെ അറിയിക്കും. ഈ യാത്രയിൽ എന്നിൽ വിശ്വാസമർപ്പിക്കുകയും ഇത്ര മനോഹരമായ ഒരു അവസരം നൽകുകയും ചെയ്ത ഫ്ലവേഴ്സ് TVയോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ആരാധകർക്ക് സിദ്ധാർത്ഥിൻ്റെ പുതിയ തീരുമാനത്തിൽ നിരാശ തന്നെയാണ്. ഇത്രയും മനസ്സിൽ പിടിച്ച വ്യക്തി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സിദ്ധു പോയെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം. തലക്ക് അടിയേറ്റതുപോലെയായല്ലോ അളിയാ. ഇത്രയും നാൾ താങ്കൾ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർ. ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? ഇനി ഇതിൽ നിന്നും റിക്കവറാകാൻ കുറച്ച് സമയമെടുക്കും. താങ്കൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഉപ്പും മുളകും വീണ്ടും കാണാൻ തുടങ്ങിയത്. അപ്പോൾ അണ്ണൻ ഇത്തവണത്തെ ബിഗ് ബോസിലുണ്ടെന്ന് ഉറപ്പായി. കാരണം ബ്രേക്ക് എടുത്തിരിക്കുന്നത് ഈ സമയത്ത് ആയതുകൊണ്ട് എന്നും ചിലർ കുറിച്ചു.